Praise the Lord. കർത്തൻ വരവിന്നടയാളങ്ങൾ യുഗത്തിൻ അന്ത്യമിതാ കുഞ്ഞാട്ടിൻ കല്യാണനേരം അടുത്തു വരുന്നു നീ ഒരുങ്ങുന്നുണ്ടു കർത്തൻ വരവിന്നടയാളങ്ങൾ യുഗത്തിൻ അന്ത്യമിതാ കുഞ്ഞാട്ടിൻ കല്യാണനേരം അടുത്തു വരുന്നു നീ ഒരുങ്ങുന്നുണ്ടു ഹല്ലേലൂയ ഹല്ലേലൂയ യേശു വരുന്നു ഹല്ലേലൂയ 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 യേശു വരുന്നു വരുന്നു നമുക്കൊരുങ്ങാം ഹല്ലേലൂയ ഹല്ലേലൂയ യേശു വരുന്നു ഹല്ലേലൂയ 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 യേശു വരുന്നു വരുന്നു നമുക്കൊരുങ്ങാം യുദ്ധങ്ങളും ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളെല്ലാം തൻവരവിന്നേരത്തിനടയാളമല്ലോ യുദ്ധങ്ങളും ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളെല്ലാം തൻവരവിന്നേരത്തിനടയാളമല്ലോ മാറാത്ത രോഗങ്ങൾ പകരും വ്യാധികൾ ലോകത്തിൻ്റെ അന്ത്യത്തെ അറിയിക്കുന്നു മാറാത്ത രോഗങ്ങൾ പകരും വ്യാധികൾ ലോകത്തിൻ്റെ അന്ത്യത്തെ അറിയിക്കുന്നു ഹല്ലേലൂയ ഹല്ലേലൂയ യേശു വരുന്നു ഹല്ലേലൂയ 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 യേശു വരുന്നു വരുന്നു നമുക്കൊരുങ്ങാം ഹല്ലേലൂയ ഹല്ലേലൂയ യേശു വരുന്നു ഹല്ലേലൂയ 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 യേശു വരുന്നു വരുന്നു നമുക്കൊരുങ്ങാം മധ്യാകാശേ ദൂതന്മാർ തൻ കാഹളം മുഴക്കുമ്പോൾ മരിച്ചവർ അക്ഷരായി ഉയർത്തെഴുന്നേൽക്കും മധ്യാകാശേ ദൂതന്മാർ തൻ കാഹളം മുഴക്കുമ്പോൾ മരിച്ചവർ അക്ഷരായി ഉയർത്തെഴുന്നേൽക്കും ജീവിച്ചിരിക്കുന്ന നാമോ പ്രിയന്റെ വരവെങ്കിൽ രൂപാന്തരം പ്രാപിച്ചെടുക്കപ്പെടും ജീവിച്ചിരിക്കുന്ന നാമോ പ്രിയന്റെ വരവെങ്കിൽ രൂപാന്തരം പ്രാപിച്ചെടുക്കപ്പെടും ഹല്ലേലൂയ ഹല്ലേലൂയ യേശു വരുന്നു ഹല്ലേലൂയ 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 യേശു വരുന്നു വരുന്നു നമുക്കൊരുങ്ങാം ഹല്ലേലൂയ ഹല്ലേലൂയ യേശു വരുന്നു ഹല്ലേലൂയ 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 യേശു വരുന്നു വരുന്നു നമുക്കൊരുങ്ങാം കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നല്ല പ്രഭാതത്തിൽ ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിന്റെ സാക്ഷ്യം വഹിക്കാനായിട്ട് കർത്താവ് ഞങ്ങൾക്ക് ഒരുക്കിയ നല്ല സമയത്ത് ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ കേൾവിക്കാരായ ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങൾക്ക് കർത്താവായ യേശുക്രിസ്തുവിന്റെ തിരുനാമത്തിലുള്ള വന്ദനം ഈ പ്രഭാത സമയം ഞങ്ങൾ അറിയിക്കുന്നു. ഒരിക്കൽ കൂടെ ദേശത്ത് ഞങ്ങളുടെ സഹോദരങ്ങൾ പാർക്കുന്ന ഈ ദേശത്ത് കടന്നു വന്ന് മാറ്റമില്ലാത്തവനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ നിർമ്മല സുവിശേഷം ഒരു പ്രാവശ്യം കൂടെ ദേശത്ത് അറിയിക്കുവാൻ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന ഭാഗ്യകരമായ അനുഭവത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. വിശേഷാൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവിയെ വളരെ സന്തോഷത്തോടെ ആഘോഷിക്കുവാൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അതിനുശേഷം ഒരു പുതുവർഷത്തെ
സ്വീകരിക്കാനായ ലോകം വളരെ ആഗ്രഹത്തോടും ഉത്സാഹത്തോടും കൂടെ ആയിരിക്കുന്ന ഈ സമയത്ത് ഈ 2023 അവസാന നാളുകളിൽ ഈ സുവിശേഷമായി നിലകൊള്ളുവാൻ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് സുവിശേഷം ഒരു പ്രാവശ്യം കൂടെ കേൾക്കുവാൻ ദൈവമൊരുക്കിയിരിക്കുന്ന സമയത്തെ ഓർത്തും ഞങ്ങളുടെ ദൈവത്തിനെ ഞങ്ങൾ നന്ദി പറയുന്നു. ലോകമെമ്പാടുമുള്ള സകല മനുഷ്യരും ഒരു വ്യത്യാസവുമില്ലാതെ സന്തോഷത്തോടെ ആഘോഷിക്കുന്ന ഒരു സന്തോഷമാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ തിരുപ്പിറവിയെ അനുസ്മരിക്കുന്ന ക്രിസ്തുമസ് എന്നുള്ളത്. ലോകത്തിലുള്ള ഏകദേശം 200-ൽ പരം രാജ്യങ്ങളിൽ ജാതി വർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാ നിലകളിലും വളരെ സന്തോഷത്തോടുകൂടെ ഭൂമുഖത്ത് ആഘോഷിക്കപ്പെടുന്ന ഒരു നല്ല ദിനമാണ് ക്രിസ്തുമസ് എന്ന് പറയുന്നത്. ഒരുപക്ഷെ അതിന്റെ അകത്തിൽ അറിഞ്ഞു പറയാതെയും മാനവ സമൂഹം ലോകത്തിന് നൽകുന്ന ഒരു സന്ദേശം, ഈ ഭൂമിയിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏറ്റവും സന്തോഷകരമായ വാർത്തയാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ തിരുപ്പിറവി എന്നുള്ളത് നമുക്കവിടെ കാണുവാൻ തക്കവണ്ണം കഴിയും. ആഘോഷിക്കുന്നവരിൽ എല്ലാവർക്കും ആ വിഷയം അറിയത്തില്ലെങ്കിലും എല്ലാവരും മൗനത്തോടെ സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട്. മാനവകുലത്തിന്റെ ഇടയിൽ സന്തോഷകരമായി ഭവിച്ചത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനമാണ്. ഇന്നേക്ക് 2000 വർഷങ്ങൾക്കപ്പുറം ബേത്ലഹേം എന്ന് പറയുന്ന പലസ്തീനിലെ കൊച്ചു പട്ടണത്തിൽ സാധാരണയായ ഏറ്റവും താണ നിലകളിൽ പാർത്തിരുന്ന ഒരു മാതാവിന്റെയും പിതാവിന്റെയും മകനായി ജനിക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം താണിറങ്ങി വന്ന് ഈ ഭൂമിയിൽ മനുഷ്യനായി ജനിക്കുവാൻ തക്കവണ്ണം ഇടയായി. അതിനെക്കുറിച്ച്, തന്റെ തിരുപ്പിറവിയെക്കുറിച്ച് സ്വർഗത്തിലെ ദൂതന്മാർ മനുഷ്യരോട് വിളംബരം ചെയ്ത വേദവചന സൂക്തം ഇങ്ങനെയാണ് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്: സകല മനുഷ്യർക്കും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞങ്ങൾ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു ദാവീദിന്റെ പട്ടണമായ ബേത്ലഹേമിൽ ഇന്ന് നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. അവിടെ ദൂതന്മാർ എടുത്തു പറയുന്ന വാക്യം, പലസ്തീൻ എന്ന് പറയുന്ന ഒറ്റ രാജ്യത്തിന്റെ അവിടെ പാർക്കുന്ന പ്രിയപ്പെട്ടവർക്ക് മാത്രം വേണ്ടി വന്ന ഒരു മെസ്സിയെ കുറിച്ചല്ല, അല്ലെങ്കിൽ അതിന്റെ തൊട്ടടുത്തുള്ള രാജ്യങ്ങളെ കൂടെ ചേർത്തുകൊണ്ട് അവിടെയൊക്കെ പാർക്കുന്ന പ്രിയപ്പെട്ടവർക്കായി ജനിച്ച ഒരു ക്രിസ്തുവിനെ അല്ല സ്വർഗത്തിലെ മാലാഖമാർ പരിചയപ്പെടുത്തുന്നത്, മറിച്ച് സകല ജനത്തിനും ഭൂസീമാവാസികൾ ആയിട്ടുള്ള സകല മനുഷ്യർക്കും അത് അവരുടെ രക്ഷയ്ക്ക് കാരണമായി തീരുവാൻ, അവരുടെ രക്ഷയുടെ ഉദവി ഭവിക്കുവാൻ നിൽക്കണമെന്നും മാനവകുലത്തിന്റെ രക്ഷയ്ക്കായി, സകല മനുഷ്യരുടെയും രക്ഷയ്ക്കായി ഇതാ ഭൂമിയുടെ മധ്യഭാഗമാകുന്ന പലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിൽ ഏറ്റവും ചെറിയ പട്ടണത്തിൽ ലോകരക്ഷകനായ മശിഹ നിങ്ങൾക്ക് വേണ്ടി ജനിച്ചിരിക്കുന്നു. ആ തിരുപ്പിറവിയുടെ ഓർമ്മയെന്നോണം
യേശു ഈ താളലോകത്തിലേക്ക് എന്തിനു വേണ്ടി മനുഷ്യജനത്തിൽ വെളിപ്പെട്ടു, എന്തിനു വേണ്ടി മനുഷ്യനായി പിറന്നു, എന്തിനു വേണ്ടി മനുഷ്യരായ മാതാപിതാക്കൾക്ക് കീഴടങ്ങി സ്വർഗത്തിലെ ദൈവം മനുഷ്യന് കീഴടങ്ങി ജീവിച്ചു. അവസാനം മാനവകുലത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി എന്തുകൊണ്ട് ക്രൂശിക്കപ്പെട്ടു. ഇത്യാദി വിഷയങ്ങൾ ഈ സന്തോഷകരമായ വേളയിൽ ഞങ്ങളുടെ ദേശവാസികൾ, ഞങ്ങളുടെ സഹോദരങ്ങൾ അറിഞ്ഞിരിക്കണമെന്നുള്ള ആവേശം, ആ വലിയ ആഗ്രഹം ഞങ്ങളുടെ ഉള്ളിൽ വന്നപ്പോൾ ഈ ക്രിസ്മസ് ദിനത്തിന് മുന്നോടിയായി ഈ സന്തോഷമായി ഞങ്ങൾ ഈ ദേശത്ത് കടന്നു വരുവാൻ കൊണ്ടവിടെയായി. പ്രിയപ്പെട്ടവരെ, എല്ലാവരും അല്ലെങ്കിലും ക്രിസ്തീയ വിശ്വാസ ധാരയിൽ നിൽക്കുന്ന പ്രിയപ്പെട്ടവർ ഒന്ന് അറിഞ്ഞിരിക്കണം, വാസ്തവത്തിൽ ക്രിസ്തുമസിന്റെ സന്ദേശം എന്താണ് വേദപുസ്തകം മനുഷ്യനോട് സംസാരിക്കുന്നത്. ലോകത്തിലെ സകല മനുഷ്യർക്കും യേശുവിന്റെ ദിനപ്പിറവിയെ കുറിച്ചുള്ള ബൈബിളിന്റെ വേദപുസ്തകത്തിന്റെ ആശയത്തെ ഒരുപക്ഷെ മനസ്സിലായില്ലെങ്കിൽ കൂടിയും ക്രിസ്തു വിശ്വാസികളായി ക്രിസ്തീയ സമൂഹത്തിൽ നിൽക്കുന്ന പ്രിയപ്പെട്ടവരെങ്കിലും ഈ സന്ദേശത്തിന്റെ, ഈ ദൈവവചന സത്യത്തിന്റെ ആഴങ്ങളെ ഒന്ന് ഗ്രഹിക്കണമെന്നുള്ള ആഗ്രഹമാണ് ഞങ്ങളെ ഈ തെരുവിലേക്ക് എത്തിക്കുവാൻ തക്കവണ്ണമിടയായി തീർന്നത്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഞങ്ങളെ കേൾക്കുന്ന മാന്യ സഹോദരങ്ങളെ, യേശു ക്രിസ്തുവിന്റെ തിരുപ്പിറവി എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ള വസ്തുത നിങ്ങൾ തുടങ്ങിയ സന്ദേശത്തിൽ കൂടെ കേട്ട് നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവായ യേശു ക്രിസ്തു വാസ്തവമായി ജനിക്കുവാൻ തക്കവണ്ണം ഈ സന്ദേശം നിങ്ങൾക്ക് ഇടയാക്കി തീർക്കട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. വളരെ കലുഷിതമായ, പ്രശ്നസങ്കീർണമായ, പ്രശ്നകലുഷിതമായ ഒരു സമൂഹത്തിൽ മാനവ സമൂഹം ഇന്ന് പകലിലായിരിക്കുകയാണ്. ലോകത്തിൽ അധിവസിക്കുന്ന സകല മനുഷ്യർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട്, ഈ ലോകത്തിന്റെ പോക്ക് വളരെ അപകടകരമായ നിലകളിലാണ് മുന്നോട്ട് പോകുന്നത്. മനുഷ്യ സമൂഹത്തിന്റെ ഇടയിൽ ഒട്ടനവധി കേട്ടുകേൾവിയില്ലാത്ത കാര്യങ്ങൾ ദിനംതോറും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. മനുഷ്യ മനസ്സിനെ ഞെട്ടിപ്പിക്കുന്നതും മനുഷ്യ മനസ്സിൽ അറപ്പുളവാക്കുന്നതുമായ അനേക സംഭവങ്ങൾ ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. മനുഷ്യ സമൂഹത്തിന്റെ നടുവിൽ മനുഷ്യന്റെ സ്നേഹം നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യൻ സ്വസ്നേഹികളായി തീർന്നുകൊണ്ടിരിക്കുന്നു. കേവലം ഒരു മനുഷ്യൻ അവന്റെ സ്വന്തം ശരീരത്തെ മാത്രം സ്നേഹിക്കുന്ന ഒരളവിലേക്ക് മനുഷ്യകുലം മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിന്റെ വ്യക്തമായ ചിത്രങ്ങൾ ദൃശ്യ ശ്രവണ മാധ്യമങ്ങളിൽ കൂടിയും മറ്റനേക സാഹചര്യങ്ങളിൽ കൂടെ ഭൂമിയിൽ മനുഷ്യർ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്താണ് പ്രിയപ്പെട്ടവരെ, ഇതിന്റെ എല്ലാം മൂലമായ കാരണം, ഇതിന്റെ എല്ലാം പിന്നിൽ എന്തുകൊണ്ട് ഭൂമിയിൽ ഇങ്ങനെ മനുഷ്യകുലത്തിൽ സംഭവിക്കുന്നു എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യകർത്താവിന് ബൈബിൾ ഉത്തരം നൽകുന്നു. കർത്താവായ യേശു ക്രിസ്തു പിറവി കൊണ്ട് 33 വയസ്സ് വരെ ഈ ലോകത്തിൽ ഒരു സാധാരണ മനുഷ്യനായി ജനിച്ച വളർന്ന് 33 വയസ്സ് വരെ സ്വർഗത്തിലെ ദൈവത്തിന്റെ ഹിതപ്രകാരം അവൻ അയച്ച വേല ഇവിടെ തികച്ചിട്ട് മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി മനുഷ്യകുലത്തിന് ദൈവത്തോട് ചെയ്തു തീർക്കുവാൻ കഴിയാത്ത പ്രായശ്ചിത്തം തന്റെ ശരീരത്തിൽ ആ പാപത്തിന്റെ ശമ്പളമായ മരണമെന്ന നിത്യമായ മരണം കൈവരിച്ചു
മനുഷ്യകുലത്തെ പാപത്തിന്റെ അടിമച്ചതയിൽ നിന്ന് വിടുവിച്ച് മനുഷ്യകുലത്തിനു വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരേറിപ്പോയെന്നും ആ കരേറിപ്പോയ കർത്താവ് വിശുദ്ധ രേഖകളിൽ മുൻകൂട്ടി പ്രവാചകന്മാർ അള്ളിച്ചതുപോലെ താമസം വിന തന്നിൽ വിശ്വസിക്കുന്നവരെ ചേർക്കുവാനും വിശ്വസിക്കാത്ത മനുഷ്യരെ ന്യായവിധി നടത്തി നിത്യനരകത്തിലേക്ക് തള്ളിക്കളയുവാനും വേഗം വരുമെന്ന് അരുളിച്ചെയ്ത ആ അരുളപ്പാടിന്റെ അനന്തര ഫലങ്ങളാണ് പ്രിയപ്പെട്ടവരെ ലോകത്തിൽ കാണുന്ന സകല തിന്മകളുടെയും കാരണമെന്ന് പറയുന്നത്. ഇന്ന് സമൂഹത്തിൽ നാം കേട്ടുകൊണ്ടിരിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ അധാർമികതയുടെയും എല്ലാ അസാന്മാർഗതയുടെയും എല്ലാ തിന്മയുടെയും പിൻപിൽ വ്യാപരിക്കുന്ന തിന്മയുടെ വ്യാപാരം മനുഷ്യരെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുമെന്നും അത് വാസ്തവമായി ദൈവ കൃപയിലേക്ക് വാസ്തവമായി കർത്താവായ യേശുക്രിസ്തു മനുഷ്യകുലത്തിന് വേണ്ടി ഒരുക്കിയ അത് രക്ഷയുടെ മാർഗത്തിലെ പാതയിലേക്ക് ഓടുന്നവരെ അവൻ തന്റെ മക്കളാക്കി ചേർത്തുകൊണ്ട് അവരെ വീട്ടെടുത്ത് സ്വർഗത്തിലാക്കുവാൻ ലോകത്തെ ന്യായം വിധിക്കുവാൻ വരുന്ന ദിനങ്ങൾക്ക് മുൻപായി ലോകത്തിൽ സംഭവിക്കുമെന്നും വിശുദ്ധ വേദപുസ്തകം മനുഷ്യനെ പ്രബോധിപ്പിക്കുന്നു. ഇന്ന് പകൽക്കാലം ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുക്രിസ്തു എന്തിനു വേണ്ടിയാണ് മനുഷ്യനായി ജലത്തിൽ ഇവിടെ ഉരുവാകുവാൻ ഇടയായത്? വിശുദ്ധ വേദപുസ്തകം പറയുന്നു, ഈ ഭൂമിയിൽ ജന്മം കൊണ്ട സകല മനുഷ്യരും അതേത് വർഗമാണെങ്കിലും ഏത് ജാതിയും ഭാഷയും ഏത് ഭാഷക്കാരാണെങ്കിലും ഏത് രാജ്യക്കാരാണെങ്കിലും ഭൂസീമാവാസികളായ സകല മനുഷ്യരും വർഗം കൊണ്ടും വെള്ളം കൊണ്ടും മനുഷ്യൻ വ്യത്യാസപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ദൈവത്തിന്റെ വചനം പറയുന്നു, ഈ ഭൂമുഖത്ത് ജനിച്ച സകല മനുഷ്യരും പാപികളായി ജന്മം കൊള്ളുന്നു. മനുഷ്യൻ അത്യന്തികമായി പാപത്തിൽ ജനിക്കുന്നു എന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. ബൈബിൾ പറയുന്നു, എല്ലാ മനുഷ്യരും പാപം ചെയ്ത് സകല മനുഷ്യരും പാപം ചെയ്ത് ദൈവത്തിന്റെ തേജസ് നഷ്ടമാക്കി കളഞ്ഞു. ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്തു. എല്ലാവരും പാപം ചെയ്തതിന്റെ പരിഹാരമായി പരിണിതഫലമായി സകല മാനവകുലവും പാപത്തിന്റെ അടിമത്തത്തിൽ പതിക്കപ്പെട്ടു പോയി. ഇങ്ങനെ പതിക്കപ്പെട്ടു പോയ മനുഷ്യൻ വാസ്തവമായി ദൈവമൊരുക്കിയിരിക്കുന്ന നിത്യസ്വർഗത്തിന്റെ അവകാശികൾ എന്നുള്ള പദവിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോയെന്ന് വിശുദ്ധ വേദപുസ്തകം പരിചയപ്പെടുത്തുന്നു. അത്യന്തികമായി കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് മനുഷ്യജനത്തിൽ വെളിപ്പെട്ട് ഒരു മനുഷ്യനായി ജനിക്കുവാൻ കാരണമെന്ന് ചോദിച്ചാൽ, പ്രിയപ്പെട്ടവരെ, ഇവിടെ കർത്താവായ യേശുക്രിസ്തു ആയിരുന്ന കാലഘട്ടത്തിൽ രോഗികളെ സൗഖ്യമാക്കി, അവരെ മരിച്ചവരെ ഉയർപ്പിച്ചു എന്നൊക്കെ നമ്മൾ ബൈബിൾ പരിചയപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ആത്യന്തികമായി ചില മനുഷ്യരെ ഉയർപ്പിക്കുവാനും ചില മനുഷ്യരെ സൗഖ്യമാക്കുവാനും ചില അത്ഭുതങ്ങളെ കാണിക്കുവാൻ വേണ്ടിയല്ല ദൈവം ഈ ലോകത്തിലേക്ക് വന്നത്. അതൊക്കെ ദൈവത്തിന്റെ സ്വഭാവം, അതെ, കരുണയുടെ മാത്രമായ കരുണയുടെ നിറകുടമായ ദൈവം ചെയ്തു, മനുഷ്യരോട് കരുണ കാണിച്ചു എന്ന് മാത്രം ഇരിക്കെ സാക്ഷാൽ ദൈവം മനുഷ്യരായി വെളിപ്പെട്ടതിന്റെ ആത്യന്തികമായ ലക്ഷ്യം മറ്റൊന്നതായിരുന്നു. അതിനാണ് പുസ്തകം പരിചയപ്പെടുത്തുന്നത്. എല്ലാവരും പാപം ചെയ്ത് ദൈവത്തിന്റെ തേജസ് നഷ്ടമാക്കി കളഞ്ഞ് ദൈവത്തിൽ നിന്ന് അകന്ന് പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യനരകത്തിന്റെ അവകാശത്തിലേക്ക് പോയപ്പോൾ ഇതാ സകല സൃഷ്ടിയേക്കാളും ദൈവം അധികം സ്നേഹിക്കുന്ന ദൈവത്തിന്റെ
ദൈവത്തിന്റെ സാരാംശമാകുന്ന അവന്റെ സ്വഭാവവും അവന്റെ പ്രകൃതവും അവന്റെ ആത്മാവും മനുഷ്യന്റെ ഉള്ളിൽ വസിക്കുന്നത് കൊണ്ട് ഈ ദൈവത്തിന്റെ അമൂല്യമായ സൃഷ്ടിയുടെ ഏറ്റവും സന്തോഷകരമായ സൃഷ്ടിയായിരിക്കുന്ന മനുഷ്യനെ രക്ഷിക്കുവാൻ ഇതാ ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് പാലസ്തീനിന്റെ മണ്ണിൽ മനുഷ്യനായി വെളിപ്പെട്ടു. എല്ലാവരും പാപം ചെയ്തു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ ഞങ്ങളോട് ചോദിക്കാം, ഞാൻ എന്റെ ജീവിതത്തിൽ ഒരു പാപവും ചെയ്തിട്ടില്ല, പിന്നെ നിങ്ങളെങ്ങനെ പറയുന്നു ഞാൻ പാപം ചെയ്തെന്ന്? പ്രിയപ്പെട്ടവരെ, അതിന്റെ അർത്ഥം നാം എല്ലാവരും പാപികളായി തീർന്നത് നാം ഓരോരുത്തരും പാപം ചെയ്യുന്നത് കൊണ്ടല്ല, മറിച്ച് ദൈവം സൃഷ്ടിച്ച മനുഷ്യന്റെ ആദ്യ പിതാവായിരുന്ന ആദവും ആദ്യ മാതാവായിരുന്ന ഹവ്വയും, അതെ, ദൈവം അവരെ സൃഷ്ടിച്ച് ഏതെന്ന പരദീസയിൽ ഏതെന്ന തോട്ടത്തിൽ ദൈവം മനുഷ്യരെ അവിടെ ആക്കി വച്ചിട്ട് ദൈവത്തിന്റെ സാരാംശത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനാകൊണ്ട് സകലത്തെയും അടക്കി വാഴുവാനുള്ള അധികാരം ദൈവം മനുഷ്യന് കൊടുത്തു. സകലത്തെയും മനുഷ്യന്റെ കൈക്കീഴിൽ ആക്കി വച്ചിട്ട് ദൈവം മനുഷ്യനോട് പറഞ്ഞു, ഈ സകലത്തെയും അടക്കി വാണ്, പെറ്റു വരികയും ഈ സകലത്തെയും നീ അടക്കി വാഴണം. ദൈവം ആഗ്രഹിച്ചത് ദൈവത്തിന്റെ സാദൃശ്യത്തിലും ദൈവത്തിന്റെ സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ദൈവത്തെ മാത്രം അറിഞ്ഞുകൊണ്ട്, ദൈവം ഒരുക്കുന്ന നന്മ വഴികളിൽ മാത്രം അറിഞ്ഞുകൊണ്ട്, ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തോടുകൂടിയുള്ള കൂട്ടായ്മ ആദരിച്ച് നിത്യം നിത്യം മരണമില്ലാത്തവനായി എന്നേക്കും ദൈവത്തോടുകൂടെ വസിക്കുവാൻ തക്കവണ്ണം ദൈവം ആഗ്രഹിച്ച് അവനെ ഏതും തോട്ടത്തിലാക്കിയെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ സമാധാനത്തിൽ നിന്ന്, ദൈവം ഒരുക്കിയിരിക്കുന്ന നിത്യമായ സമാധാനത്തിൽ നിന്ന്, ദൈവം മനുഷ്യന് ഒരുക്കിയിരിക്കുന്ന നിത്യസ്വർഗത്തിൽ നിന്ന് മനുഷ്യനെ അതേ പ്രലോഭനങ്ങൾ കൊടുത്തുകൊണ്ട് ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുവാൻ തക്കവണ്ണം അതേ പിശാച് അവിടെ ഇടപെടുവാൻ തക്കവണ്ണമിടയായി. ഒരുപക്ഷെ ഞങ്ങളോട് ചോദിക്കുന്ന പല പ്രിയപ്പെട്ടവരും ചോദിക്കും, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ മരണമില്ലാത്തവനായി സൃഷ്ടിച്ചു, ദൈവത്തോടുകൂടെ വസിക്കുവാൻ സൃഷ്ടിച്ചു, പിന്നെ എങ്ങനെയാണ് ഈ പിശാച് കടന്നു വരുന്നത്? പിശാച് ആളുടെ സൃഷ്ടിയാണ്. ദൈവത്തിന് പിശാചിനെ ഉണ്ടാക്കാതിരുന്ന പോരായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഞങ്ങൾ പലപ്പോഴും അഭിമുഖീകരിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ വേദപുസ്തകം പരിചയപ്പെടുത്തുന്നത് ദൈവം പിശാച് എന്ന് പറയുന്ന ഒരു പിശാചിനെ സൃഷ്ടിച്ചിട്ടില്ല. പിശാച് ദൈവത്തിന്റെ സൃഷ്ടിയല്ല. എന്നാൽ ദൈവം സൃഷ്ടിച്ച അതേ ആത്മജീവികളായ ദൂതന്മാർ, ആ ദൂതന്മാരുടെ ഉള്ളിൽ നിഗളം വന്നപ്പോൾ അവർ ദൈവത്തെ പോലെ ആകണമെന്നുള്ള, ദൈവത്തെ പോലെ അവർക്കും ആകണമെന്നുള്ള ആ വലിയ ആഗ്രഹത്തോടുകൂടെ ദൈവത്തിന്റെ സന്നിധിയിൽ നിഗള ഹൃദയത്തോടുകൂടെ ആയിത്തീർന്നപ്പോൾ ദൈവം അവരെ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നും വെട്ടി താഴേക്കിട്ടു എന്ന് വിശുദ്ധ വേദപുസ്തകം പരിചയപ്പെടുത്തുന്നു. അങ്ങനെ ദൈവത്തിന്റെ സേവക ദൂതന്മാരായിരുന്ന ചില പ്രിയപ്പെട്ടവർ പിശാചുകളായി തീർന്നുവെന്ന് ബൈബിൾ പറയുന്നു. സ്വർഗത്തിലെ ദൈവത്തോടുകൂടെ ദൈവത്തെ സേവിച്ച് ദൈവത്തിന്റെ കൂടെ അത് സഹവർത്തിച്ചിരുന്ന ദൂതന്മാരാണ് ദൈവത്തിന്റെ ശാപമേറ്റുകൊണ്ട് പിശാചുകളായി മാറിയത്. അങ്ങനെ സൃഷ്ടിക്കപ്പെട്ട, അങ്ങനെ പരിണമിക്കപ്പെട്ട പിശാചുക്കൾ ഇതാ തങ്ങൾ അനുഭവിക്കേണ്ടിയിരുന്ന ദൈവിക സംസർഗം മനുഷ്യന് കൊടുക്കുന്നു. മനുഷ്യനെ ദൈവം അധികമായി സ്നേഹിക്കുന്നു. മനുഷ്യന് വേണ്ടി ദൈവം സ്വർഗമൊരുക്കി. ഇതാ മനുഷ്യനെ സ്നേഹിക്കുന്നത് ഇഷ്ടമില്ലാതിരുന്ന പിശാച് മനുഷ്യന്റെ അടുത്ത് വന്ന് മനുഷ്യനെ പ്രലോഭനങ്ങളിൽ കുടുക്കിക്കൊണ്ട് മനുഷ്യനെ ദൈവത്തെ പോലെ ആകുവാൻ അവന്റെ ഉള്ളിലേക്ക് പ്രലോഭനം വിട്ടുകൊടുക്കുമ്പോൾ വഞ്ചിക്കപ്പെട്ട് മനുഷ്യൻ പിശാചിന്റെ പ്രലോഭനത്തിൽ അകപ്പെട്ട് ദൈവത്തിന്റെ കൽപ്പനകൾ ലംഘിക്കുന്നതായിട്ട് വിശുദ്ധ വേദപുസ്തകം നമ്മെ പരിചയപ്പെടുത്തുന്നു.
കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ദൈവം മനുഷ്യനെ ദൈവത്തിന്റെ കൂടെ വസിക്കുവാൻ മരണമില്ലാത്തവനായി എന്നെന്നും ദൈവിക സ്വസ്ഥതയും ദൈവിക സമാധാനം അനുഭവിച്ചുകൊണ്ട് ദൈവത്തോടുകൂടെ വസിക്കുവാൻ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചെങ്കിൽ ആ ഏതെന്ന് പറയുന്ന തോട്ടത്തിൽ പിശാചെന്ന് പറയുന്ന ആ സാത്താൻ ഇറങ്ങി വന്ന് മനുഷ്യനെ അവന്റെ ഉള്ളിലേക്ക് പൈശാചികമായ പ്രലോഭനങ്ങൾ ഇട്ടുകൊണ്ട് മനുഷ്യനെ ദൈവത്തിൽ നിന്ന് തകർത്ത് കളയുന്ന അനുഭവം നമുക്ക് വിശുദ്ധ വേദപുസ്തകം പരിചയപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ പിശാചിന്റെ പ്രലോഭനത്തിൽപ്പെട്ട് ദൈവകൽപ്പന ലംഘിച്ച് മാറ്റപ്പെട്ട മനുഷ്യൻ ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെട്ടവനായി, ദൈവത്തിന്റെ ജീവൻ നഷ്ടപ്പെട്ടവനായി തീരുന്നൊരനുഭവം ബൈബിളിന്റെ ആദ്യ പുസ്തകം നമ്മെ പരിചയപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, എന്നാൽ കരുണാസമ്പന്നനായ ദൈവം മനുഷ്യൻ പാപത്തിന്റെ ശമ്പളമായ നിത്യമരണത്തിലേക്ക് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ആഗ്രഹിച്ചിട്ട് കാലങ്ങൾക്ക് മുമ്പ് അത് മനുഷ്യന്റെയും ദൂതന്മാരുടെയും ഒക്കെ സൃഷ്ടിക്ക് മുൻപ് തന്നെ ദൈവം അത് ദീർഘദൃഷ്ടിയുള്ളവരും ദൈവ സകലത്തെ മുന്നറിയുന്നവരുമാകൊണ്ട് ഇതാ മനുഷ്യന് വേണ്ടി സ്വർഗത്തിലൊരു പദ്ധതി ഒരുക്കി. അതിനെയാണ് വിശുദ്ധ വേദപുസ്തകം വീണ്ടെടുപ്പ് എന്ന് പറയുന്നത്. മനുഷ്യന്റെ വീണ്ടെടുപ്പിന് വേണ്ടി ഈ ഭൂമിയിലെ എന്തെങ്കിലും പകരം കൊടുത്ത് മനുഷ്യനെ വീണ്ടെടുത്തല്ല ദൈവം വീണ്ടെടുക്കുകയല്ല ചെയ്തത്. മറിച്ച് മനുഷ്യനെ പാപത്തിന്റെ അഗാധത്തിൽ പെട്ടുപോയ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ ഇതാ സ്വർഗത്തിലെ ദൈവം കാലങ്ങൾക്കപ്പുറം ദൈവം തന്നെ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുവാൻ ഒരു പദ്ധതി കിട്ടും. അതാണ് വിശുദ്ധ വേദപുസ്തകം പിന്നീട് മനുഷ്യരോട് സംസാരിക്കുന്നത്. നമുക്കെല്ലാം ഈ സമയത്തിന്റെ അകത്ത് ഉണ്ടാക്കപ്പെട്ടതുകൊണ്ട് കാലങ്ങൾ വരുമ്പോൾ മാത്രം മനസ്സിലാകുന്നുവെങ്കിൽ ദൈവം കാലങ്ങൾക്കും സമയങ്ങൾക്കും മുമ്പേ ഉള്ളവനാകുകൊണ്ട് സകലത്തെയും മുന്നറിയുന്ന ദൈവം ഇതാ മനുഷ്യനെ ഉണ്ടാക്കുന്നതിന് മുൻപ് തന്നെ മനുഷ്യൻ പാപം ചെയ്യുമെന്നും മനുഷ്യൻ പിശാചിന്റെ വഞ്ചനയിൽ അകപ്പെടുമെന്നും മനുഷ്യൻ പാപമുള്ളവനായി നിത്യമരണത്തിന് അവകാശിയായി തീരുമെന്നും ആ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ ഞാൻ സ്വയമായി ഭൂമിയിലേക്ക് പോകുമെന്നും കാലങ്ങൾക്കപ്പുറം ദൈവം തന്റെ പദ്ധതിയിൽ സ്വർഗത്തിൽ പദ്ധതി ഇട്ടുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അങ്ങനെ കാലങ്ങളുടെ അതേ കാലം മുൻപോട്ട് പോയപ്പോൾ മനുഷ്യനും സകല സൃഷ്ടിയും ഈ പ്രപഞ്ചത്തിൽ ദൈവം ഉണ്ടാക്കിയിട്ട് മനുഷ്യന്റെ വീണ്ടെടുപ്പിന് വേണ്ടി പാപം ചെയ്ത് നഷ്ടമായി പോയ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ വേണ്ടി അതേ യുഗങ്ങൾക്കപ്പുറം മനുഷ്യനായി കർത്താവ് വെളിപ്പെടുവാനിടയായി. കാലസമ്പൂർണത എന്നാണ് ആ വിശുദ്ധ വേദപുസ്തകം ആ കാലത്തെ കുറിച്ച് പറയുന്നത്. മനുഷ്യനെ വീണ്ടെടുക്കുവാനുള്ള കാലത്തിന്റെ സമ്പൂർണതയുടെ കാലമായപ്പോൾ മനുഷ്യൻ ഇന്ന് വസിക്കുന്ന ഭൂമിയിൽ നാം അറിയപ്പെടുന്നത് പോലെ 2000 വർഷങ്ങൾക്കപ്പുറം ദൈവത്തിന്റെ പ്രവൃത്തിയായി ദൈവം തന്നെ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ നഷ്ടമായി പോയതിനെ വിലകൊടുത്ത് വാങ്ങുവാൻ തന്റെ ജീവനെ അർപ്പിച്ചുകൊണ്ട് മനുഷ്യനെ വീണ്ടെടുക്കുവാൻ വേണ്ടിയാണ് സാക്ഷാൽ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത്. ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ ദേശവാസികൾ, ഞങ്ങളുടെ സഹോദരങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവിയെ ആഘോഷിക്കുവാൻ അത് വളരെ ആവേശത്തോടുകൂടെ ഒരുക്കി വെച്ചുകൊണ്ട് കാത്തിരിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഈ ലോകത്തിൽ എന്തെങ്കിലും ആഘോഷങ്ങൾ ചെയ്തതുകൊണ്ട് നിത്യസ്വർഗത്തിലേക്ക് പോകുവാൻ കഴിയത്തില്ല. ഇവിടെ എന്തെങ്കിലും മനുഷ്യന്റെ പ്രവൃത്തികൾ ചെയ്ത് സ്വർഗത്തിലേക്ക് പോകുവാൻ മനുഷ്യനൊരു പദ്ധതി ദൈവം ഒരുക്കിയിട്ടില്ല. ദൈവം ഒരുക്കിയിരിക്കുന്ന ആദ്യ പദ്ധതിയിൽ നിന്ന് പ്രലോഭനങ്ങളിൽപ്പെട്ട് വഞ്ചിക്കപ്പെട്ട് മനുഷ്യൻ വീണുപോയപ്പോൾ ദൈവം ഒരുക്കിയിരിക്കുന്ന ഒരേ ഒരു പദ്ധതി തന്റെ പുത്രനായ ക്രിസ്തുയേശുവിനെ ഭൂമിയിൽ മനുഷ്യന് പകരമായി മരണത്തിന് വിധേയപ്പെടുത്തിക്കൊണ്ട് മരണത്തെ ജയിച്ച് ജയാളിയായി സ്വർഗത്തിൽ വസിക്കണമെന്നും അങ്ങനെ സ്വർഗത്തിൽ വസിക്കുന്ന ദൈവത്തിന്റെ വചനമാകുന്ന സുവിശേഷം അംഗീകരിക്കുന്നവരെ ഈ കാലങ്ങളിൽ കർത്താവായ യേശുക്രിസ്തുവിനോട് സ്വർഗരാജ്യത്തിൽ കൊണ്ടുപോകണമെന്നുള്ള പദ്ധതിയാണ് ദൈവം ഒരുക്കിയത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആ പദ്ധതിയിലേക്ക് മനുഷ്യനെ വീണ്ടെടുത്ത് കൊണ്ടുപോകുവാനാണ് സാക്ഷാൽ
യേശു ക്രിസ്തു ഇന്നേക്ക് 2000 വർഷം മുൻപ് പാലസ്തീനിൽ ജന്മമെടുത്തത്. ഇന്ന് പകൽക്കാലം പ്രിയ സഹോദരങ്ങളെ, അതുകൊണ്ട് ഒരുക്കങ്ങളുടെ ഇടയിൽ, ആഘോഷങ്ങളുടെ ഇടയിൽ ആ സന്തോഷം ഞങ്ങൾ ഒരിക്കൽ കൂടെ വിളിച്ചറിയിക്കട്ടെ. എന്റെയും നിങ്ങളുടെയും പാപത്തിന് പരിഹാരം വരുത്തി എന്നെയും നിങ്ങളെയും ദൈവത്തിന്റെ മക്കളാക്കി നിത്യശിക്ഷാവിധിയാകുന്ന നിത്യമരണത്തിൽ നിന്ന് വീണ്ടെടുത്ത് സ്വർഗരാജ്യം എന്ന് പറയുന്ന സ്വസ്ഥത അനുഭവിക്കാൻ ദൈവം മനുഷ്യന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന, ദൈവത്തോടുകൂടെ മനുഷ്യൻ വസിക്കുന്ന ഇടമായ സ്വർഗത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകുവാൻ വേണ്ടിയാണ് എന്റെ കർത്താവ് ഈ ഭൂമിയിലേക്ക് താനിറങ്ങി വരുവാനിടയായത്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഞങ്ങളെ കേൾക്കുന്ന സഹോദരങ്ങളോട് ദൈവനാമത്തിൽ ഞങ്ങൾക്ക് പറയുവാനുള്ള ഒരേ ഒരു സന്ദേശമുള്ളൂ. കർത്താവായ യേശു ക്രിസ്തു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ ഇന്നും പിതാവിന്റെ വലതുഭാഗത്ത് എനിക്കും നിങ്ങൾക്കും വേണ്ടി ഇത് പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാനും നിങ്ങളും മാനസാന്തരപ്പെട്ട് ദൈവത്തിന്റെ പാതയിലേക്ക് മടങ്ങി വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, മടങ്ങി വന്നാൽ സ്വർഗരാജ്യത്തിൽ കർത്താവിന്റെ കൂടെ എന്നും സ്വസ്ഥമായി ദൈവിക സമാധാനം അനുഭവിച്ച് ദൈവമേതലായി തീരുവാനിടയാകും. ഇല്ല, മാനസാന്തരപ്പെടാതെ ഇവിടുത്തെ ആഘോഷങ്ങളിലും ഇവിടുത്തെ പ്രകടനങ്ങളിലും ഇവിടുത്തെ മറ്റു കാര്യങ്ങളിലും ഇടപെട്ട് പ്രിയപ്പെട്ടവരെ ജീവിച്ചാൽ ഒരു ദിവസം ലോകത്തിലെ മരണം നമ്മെ കടന്നുപിടിക്കും. ഈ മരണത്തിന് ശേഷം നമ്മുടെ ആത്മാവ് ചെന്നെത്തി നിൽക്കുന്ന ഒരു മണ്ഡലമുണ്ട്. അത് ന്യായവിധിയുടെ മണ്ഡലമാണ്. അവിടെ മനുഷ്യന് ന്യായം വിധിക്കുന്ന ദിവസമുണ്ട്. ആ ന്യായവിധിയുടെ തീർപ്പ് കൽപ്പിക്കുന്നത് സുവിശേഷം എന്ന് പറയുന്ന വിശുദ്ധ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനമാണ്. അവിടെ ന്യായാധിപതിയായിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അവിടെ നമ്മൾ ചെയ്തത് പരിശോധിക്കുന്നത് ഈ സുവിശേഷത്തിന്റെ അല്ലെങ്കിൽ ഈ വേദപുസ്തകം എന്ന് പറയുന്ന ഈ അളവുകൾ വെച്ചിട്ടാണ് മനുഷ്യനെ ദൈവം ന്യായം വിധിക്കുവാൻ പോകുന്നത്. ഈ വേദപുസ്തകം, ഈ ബൈബിളിൽ, ഈ വിശുദ്ധ തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ കർത്താവിനെ സ്വീകരിച്ച് കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണം എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ആയിരുന്നു എന്ന് ഹൃദയം കൊണ്ട് സ്വീകരിച്ച് ദൈവത്തെ കർത്താവും രക്ഷിതാവായി സ്വീകരിക്കാത്ത ഒരുത്തൻ പോലും നിത്യമായ സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ സാധ്യമാകത്തില്ല. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നതിന്റെ ഒന്നാമത്തെ ഉദ്ദേശം പാപത്തിൽ വിവദിക്കപ്പെട്ടു പോയ മനുഷ്യൻ, പിശാചിന്റെ വഞ്ചനയിൽ അകപ്പെട്ടുപോയ മനുഷ്യനെ, പിശാചിന്റെ വഞ്ചനയിൽ അവകാശമാക്കപ്പെട്ട നിത്യമരണത്തിന്റെ ഓഹരിക്കാരായിരുന്ന മനുഷ്യനെ നിത്യജീവനിലേക്ക് പ്രവേശിപ്പിക്കുവാൻ തന്റെ ക്രൂശമരണത്തിൽ കൂടെ മരണത്തിന്റെ അധിപതിയായ പിശാചിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് കർത്താവ് എന്നെയും നിങ്ങളെയും ഇന്നും സുവിശേഷത്തിൽ കൂടെ മാറി വിളിക്കുകയാണ്. യേശു വിളിക്കുന്നു ദൈവിക സമാധാനം അനുഭവിപ്പാൻ. യേശു ഇന്നും മനുഷ്യകുലത്തെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തു രണ്ടാമതായി ഈ ഭൂമിയിലേക്ക് വരുവാനുണ്ടായ കാരണം മറ്റൊന്നുമല്ല, പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ. ആദ്യം ഞാൻ പറഞ്ഞതുപോലെ വഞ്ചിക്കപ്പെട്ട് പ്രലോഭനത്തിൽപ്പെട്ട് ദൈവത്തിന്റെ കൽപ്പനയെ നിരസിക്കുവാൻ തക്കവണ്ണം പിശാചിന്റെ വഞ്ചനയിൽപ്പെട്ട് വഞ്ചിക്കപ്പെട്ടു പോയ മനുഷ്യനെ എല്ലാ കാലങ്ങളിലും പിശാച് വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നു. ആദിയിൽ ആദാമിനെയും ഹവ്വയെയും വഞ്ചിച്ച അതേ പിശാച് ഇന്നും മനുഷ്യകുലത്തെ പല നിലകളിൽ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് സമൂഹത്തിൽ നാം കാണുന്ന പല തിന്മകളുടെയും പല ധാർമ്മികതയില്ലാത്ത അധാർമികതയുടെയും സാൻമാർഗികമല്ലാത്ത അസാൻമാർഗികതയുടെയും എല്ലാം പിന്നിൽ വ്യാപരിക്കുന്നത് ഇന്നും മനുഷ്യരെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന പിശാചിന്റെ വഞ്ചനയാണ് എന്നുള്ള കാര്യം എന്റെ പ്രിയ സഹോദരങ്ങൾ മറന്നു പോകരുത്. ഈ ക്രിസ്തുമസ് ദിനത്തിൽ പ്രിയ സഹോദരങ്ങളെ, മദ്യപാനത്തിന്റെ ആസക്തി നിങ്ങളിലേക്ക് ഇട്ടുകൊണ്ട് സർവശക്തനായ ദൈവത്തെ മദ്യം കഴിച്ച് മയക്കുമരുന്ന് കഴിച്ച് ഷൺമാർഗികമല്ലാത്ത നിലകളിൽ പോയിക്കൊണ്ട് ആഘോഷിക്കുവാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരാണെങ്കിൽ കേട്ടുകൊള്ളുക. നിങ്ങളെ വഞ്ചിക്കുന്ന പിശാച് ഇന്നും നിങ്ങളുടെ കാൽച്ചുവടുകളിൽ നിങ്ങളെ പിന്തുടർന്നുകൊണ്ട് ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുവാൻ
വേദപുസ്തകം പരിചയപ്പെടുത്താത്ത നിലകളിൽ മനസ്സിലാക്കി ഉള്ളത്തിൽ വച്ചിരിക്കുന്നത് അത് മറ്റാരുടെയും പ്രവൃത്തിയല്ല, പിശാചിന്റെ വഞ്ചനയുടെ പരിണിത ഫലമാണ്. ഇന്നും വേദപുസ്തകത്തെ തിരിച്ചറിയാത്ത നിലകളിൽ വേദപുസ്തകത്തിൽ സർവശക്തനായ ദൈവം മനുഷ്യരോട് സംസാരിക്കുന്നതിന് വേറെ നിലകളിൽ ചിത്രീകരിച്ചുകൊണ്ട് വ്യാഖ്യാനിച്ചുകൊണ്ട് മനുഷ്യനെ വഞ്ചനയിലേക്ക് അകപ്പെടുത്തുന്ന വഞ്ചനയുടെ ആത്മാവ് ഇന്നും മനുഷ്യകുലത്തെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ. പല നിലകളിൽ മനുഷ്യനെ ദൈവത്തിന്റെ സമാധാനത്തിലേക്ക് നടത്തുവാൻ അത് ഇന്നും തടഞ്ഞുകൊണ്ട് പിശാച് മനുഷ്യകുലത്തെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വഞ്ചനയുണ്ട്. ആ വഞ്ചനയുടെ ആത്മാവിൽ നിങ്ങൾ പോയാൽ പ്രിയ സഹോദരങ്ങളുടെ നിങ്ങളുടെ മരണാനന്തരം നിങ്ങളുടെ ആത്മാവ് നിത്യനരകം എന്ന് പറയുന്ന പിശാചിനും അവന്റെ ദൂതന്മാർക്കും വേണ്ടി ദൈവമൊരുക്കിയിരിക്കുന്ന നിത്യനരകത്തിലാകും. അവിടെ കരച്ചിലും പല്ലുകടിയും എന്നും ഉണ്ടാകും. പ്രിയപ്പെട്ടവരെ, നരകത്തിലേക്ക് തള്ളപ്പെട്ട മനുഷ്യന്റെ അവസ്ഥ ബൈബിൾ ചിത്രീകരിക്കുന്നത് അവിടെ കരച്ചിലും പല്ലുകടിയുമാണ്. വീണ ഉടനെ നഷ്ടമായി പോയാൽ പ്രശ്നമില്ല പ്രിയപ്പെട്ടവരെ. വീണ ഉടനെ നശിച്ചു പോയിരുന്നാൽ, അത് കത്തിയെറിഞ്ഞു പോയിരുന്നെങ്കിൽ ഈ നരകത്തിന് വലിയ പ്രാധാന്യമില്ലായിരുന്നു. എന്നാൽ അവിടുത്തെ അവസ്ഥ അങ്ങനെയല്ല. അവിടെ കെടാത്ത തീയാണ് അവിടെ വീഴുന്ന. അത് മനുഷ്യന്റെ ആത്മാവ് ഒരിക്കലും നശിക്കുന്നില്ല. നിത്യദണ്ഡനം അനുഭവിച്ചുകൊണ്ട് കെടാത്ത തീയും ചാകാത്ത മുഴുവനാലും ആക്രമിക്കപ്പെട്ടുകൊണ്ട് നിത്യദണ്ഡനം, കരച്ചിലും പല്ലുകളിലുമുള്ള ഒരു നിത്യത അവിടെ കഴിക്കേണ്ടി വരും. പ്രിയപ്പെട്ടവരെ, ഈ വഞ്ചനയിലേക്ക് ഇന്ന് ലോകത്തിലുള്ള ഏകദേശം എല്ലാ പ്രിയപ്പെട്ടവരെയും വഞ്ചിക്കുവാൻ പിശാച് മുഴുവനത്തോടെ ഭൂമിയിലുണ്ട്. ഈ പിശാചിന്റെ അടിമത്തത്തിൽ നിന്ന് ദൈവം മനുഷ്യരെ അഴിച്ചെടുക്കുവാൻ, പിശാചിന്റെ പ്രവൃത്തികളെ അഴിച്ചിട്ട് മനുഷ്യനെ സ്വാതന്ത്ര്യത്തോടുകൂടെ ദൈവിക സമാധാനം അനുഭവിപ്പിക്കുവാൻ വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത്. പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കി വച്ചിരിക്കുന്ന നിത്യനരകത്തിലേക്ക് തള്ളിക്കളയുവാനല്ല എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളെ കുറിച്ച് സർവശക്തനായ ദൈവം ആഗ്രഹിക്കുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇന്നും വഞ്ചകനായ പിശാച് പല നിലകളിൽ മനുഷ്യനെ വഞ്ചിച്ചിട്ട് അത് വിശ്വാസയോഗ്യമായ നിലകളിൽ പല ചിന്തകളും പല ആലോചനകളും നമ്മുടെ ഉള്ളിലേക്ക് വന്നിട്ട് കുഴപ്പമില്ല, ഈ രീതിയിലും എനിക്ക് സ്വർഗത്തിൽ പോകാമെന്നുള്ള ചിന്തകളെ നമ്മുടെ ഉള്ളിലേക്ക് തരുന്നത് അത് ദൈവമല്ല, ഈ ലോകത്തിന്റെ പ്രഭുവായ പിശാചെന്ന വഞ്ചകന്റെ ചിന്തയാണ്. വേദപുസ്തകം വിഭാവനം ചെയ്യുന്ന ഒരേ ഒരു മാർഗം കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൂടെ അത് വസിക്കുവാൻ ഒരുക്കിയിരിക്കുന്ന ഒരേ ഒരു മാർഗം അത് കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ കൂടെ നേടിയ മനുഷ്യന്റെ വീണ്ടെടുപ്പാണ്. അത് വിശ്വസിക്കാതെ അത് എന്റെ ജീവിതത്തിന്റെ ഭാഗമാക്കാതെ ഒരു മനുഷ്യനും സ്വർഗരാജ്യ പ്രവേശനം സാധ്യമല്ല. പ്രിയപ്പെട്ടവരെ, ഇവിടെ സമൂഹത്തിലെ അംഗമായിരുന്നാലും ഇവിടെ ഏതെങ്കിലും പ്രസ്ഥാനങ്ങളിൽ മെമ്പർഷിപ്പ് ഉണ്ടെന്ന് പറഞ്ഞാലും പ്രിയപ്പെട്ടവരെ, ബൈബിൾ അത് സമ്മതം തരുന്നില്ല. ബൈബിൾ പറയുന്നു, ഞാൻ വാതിലാകുന്നു, എന്നിൽ കൂടെ കിടക്കുന്നവൻ സ്വർഗരാജ്യത്തിൽ പോകും, എന്റെ പിതാവിന്റെ അടുക്കൽ പോകും. ഈ വാതിൽ കൂടെ അല്ലാതെ ആർക്കും നിത്യസ്വർഗം അനുഭവിക്കാൻ കഴിയത്തില്ല. പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കാൻ ദൈവപുത്രൻ പ്രത്യക്ഷനായി. ഇന്ന് പകലിൽ നിങ്ങൾ കേൾക്കുന്ന ഈ സുവിശേഷ സന്ദേശം വാസ്തവമായിട്ട് തിരുവചന സത്യമാണ്. ഇത് വിശ്വസിക്കാനും സ്വീകരിക്കാനും നിങ്ങൾക്ക് കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നിത്യമായ സ്വർഗരാജ്യത്തിന്റെ അവകാശികളായി തീരും. കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് മനുഷ്യനായി വെളിപ്പെട്ടതിന്റെ മറ്റൊരു കാര്യം മറ്റൊന്നുമല്ല, ഈ ലോക ജീവിതയാത്രയിൽ ഈ ലോകം പിശാചിന്റെ ആധിപത്യത്തിൽ ദൈവം ചില ആളുകളിലേക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. ഇവിടെ ഇന്ന് ഭരിക്കുന്നത് ഈ ലോകത്തെ പ്രലോഭനങ്ങളും വഞ്ചനകളും ഇട്ടുകൊണ്ട് മനുഷ്യനെ ചതിക്കുന്ന പിശാചിന്റെ അടിമത്തത്തിലാണ് ലോകം കിടക്കുന്നത്. ഈ ലോകത്തിൽ അത് ദൈവമക്കൾക്ക് പാർക്കുവാൻ
ഇച്ചിരി പ്രയാസമാണ്. ഇവിടെ പാർക്കുന്ന ദൈവമക്കൾക്ക് അത് പാർക്കണമെങ്കിൽ ഈ പിശാചിന്റെ ആലോചനകളെ തള്ളിക്കളഞ്ഞിട്ട് ദൈവിക ചിന്തകളിൽ ജീവിക്കണമെങ്കിൽ നല്ലൊരു മാതൃക ആവശ്യമാണ്. കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് അവൻ നമുക്കൊരു മാതൃക കാണിച്ചു തരുവാനാണ്. ദുഷ്ടലോകത്തിൽ, പാപത്തിന്റെയും വഞ്ചനയുടെയും പ്രലോഭനങ്ങളുള്ള ലോകത്തിൽ അത് നിത്യവും വിശുദ്ധന്മാരായി ദൈവത്തിന്റെ വിശുദ്ധിയോടുകൂടെ പാർക്കുവാൻ ദൈവം ഒരു മാതൃക കാണിച്ചു തരുവാൻ വേണ്ടിയാണ് ഈ ലോകത്തിലേക്ക് പിറന്നു വീണത്. 33 വയസ്സ് വരെ പാപമറിയാത്ത യേശു പാപമെന്തെന്ന് അറിയാത്തവനായി ഈ ലോകത്തിൽ പാർത്തു. മനുഷ്യന്റെ പീഡനങ്ങൾക്കും മനുഷ്യന്റെ പരിഹാസങ്ങൾക്കും നിന്ദകൾക്കും ഭദ്രീഭൂതനായി. എന്നാൽ ഒരു ദിവസം പോലും തന്റെ ജീവിതത്തിന്റെ വിശുദ്ധിയെ കളയുവാൻ ദൈവം അവിടെ തുനിഞ്ഞില്ല. പ്രിയപ്പെട്ടവരെ, പാപത്തിന്റെ പ്രലോഭനങ്ങൾക്ക് വശംവദനാകുവാൻ കർത്താവിന് കഴിഞ്ഞില്ല. കാരണം എന്തെന്ന് ചോദിച്ചാൽ അവൻ വിശുദ്ധനാണ്. അവൻ വിശുദ്ധനായിരിക്കുന്നത് കൊണ്ട് ഇവിടെ പാർക്കുന്ന ദൈവജനവും വിശുദ്ധരാകണമെങ്കിൽ അവന് വിശുദ്ധിയുടെ ഒരു മാതൃക കാണിച്ചു കൊടുക്കേണ്ടതായിട്ടിരിക്കും. അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു ഇവിടെ മാതൃക കാട്ടിക്കൊടുത്തു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അത്യന്തികമായ ചില ലക്ഷ്യങ്ങൾ മാത്രമേ ഞാനിവിടെ പറഞ്ഞുള്ളൂ. സമയത്തിന്റെ പരിമിതികളും അങ്ങനെ വിശാലമായി ഈ പൊതുവേദിയിൽ പറയുവാൻ കഴിയാൻ പറ്റാത്തത് കൊണ്ട് പ്രിയപ്പെട്ടവരെ, മറ്റൊട്ടനവധി കാര്യങ്ങൾ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. സ്വർഗത്തിൽ അത് ദൈവം ഒരുക്കിയിരിക്കുന്ന നിത്യരാജ്യമാകുന്ന മരണമില്ലാത്ത നിത്യം ദൈവത്തോടുകൂടെ വസിക്കുവാൻ, ദൈവം ഒരുക്കിയിരിക്കുന്ന നിത്യ രാജ്യത്തിലേക്ക് പോകുവാൻ ഏക മാർഗം പ്രിയപ്പെട്ടവരെ കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം മാത്രമാണ്. വിശുദ്ധ വേദപുസ്തകം പറയുന്നു, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴെ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏക നാമം യേശുക്രിസ്തുവിന്റെ നാമമാണ്. യേശുക്രിസ്തുവിന്റെ നാമം പറഞ്ഞാൽ രക്ഷപ്പെടത്തില്ല പ്രിയപ്പെട്ടവര്. അത് എന്തിനു വേണ്ടി? എന്റെ ജീവിതത്തിൽ യേശു വരിച്ച രക്ഷ, കർത്താവ് എനിക്ക് വേണ്ടി പാപത്തിന്റെ പരിഹാരം ക്രൂശിൽ നിർവഹിച്ചു. ആ പാപത്തിന്റെ പരിഹാരം അവൻ എനിക്ക് അവകാശമായി തരുന്നു. അവനിൽ വിശ്വസിച്ചുകൊണ്ട് ജീവിച്ച് അവന്റെ വരവിനായ പ്രത്യാശയോടുകൂടെ അവൻ വെച്ചേക്കുന്ന മാതൃക പ്രകാരം ജീവിച്ചാൽ എനിക്ക് സ്വർഗരാജ്യം സാധ്യമാകുമെന്നുള്ള വിശുദ്ധ തിരുവെഴുത്ത് ഞാൻ അംഗീകരിക്കുന്നു എന്ന് ആരെങ്കിലും ഇന്ന് പകലിൽ ഹൃദയത്തിൽ വിശ്വസിച്ചിട്ട് ദൈവത്തോട്, കർത്താവേ, ഞാൻ പാപത്തിൽ ഉരുവായി, പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു, അന്തർഭാഗത്തിലെ സത്യമല്ലേ നീ ഇച്ഛിക്കുന്നത്, അന്തരംഗത്തിൽ എന്നെ ഞാൻ അനുഗ്രഹിപ്പിക്കണമേ. വിശുദ്ധ തിരുവെഴുത്തുകളെ അറിയേണ്ട നിലകളിൽ അറിഞ്ഞ് കർത്താവായ യേശുക്രിസ്തു ഒരുക്കിയിരിക്കുന്ന നിത്യരക്ഷ അത് സ്വായത്തമാക്കുവാൻ, എന്റെ അവകാശമാക്കി തീർക്കുവാൻ കർത്താവെ എന്നെ സഹായിക്കണമേ. അവിടുത്തെ പരിശുദ്ധ ആത്മാവിൽ എന്നെ അതിനായിട്ട് അവൻ സഹായിക്കണമെന്ന് ആര് പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരെ, അവർക്ക് ദൈവ പൈതലായി തീരുവാൻ ഇന്ന് പകൽക്കാലം ദൈവം അനുവാദം തരികയാണ്. വിശുദ്ധ വേദപുസ്തകം പറയുന്നു, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ അവൻ അധികാരം കൊടുത്തു. ഈ അധികാരം പ്രിയപ്പെട്ടവരെ ദൈവം മനുഷ്യർക്ക് നൽകിയിരിക്കുകയാണ്. അവനൊരുക്കിയിരിക്കുന്ന നിത്യരക്ഷ, കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ കൂടെ ഒരുക്കിയിരിക്കുന്ന നിത്യരക്ഷ ഇതാ മനുഷ്യന്റെ അധികാരമായി അവകാശമായി കൊടുക്കുവാൻ സാക്ഷാൽ സ്വർഗത്തിലെ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ഇന്ന് പകൽക്കാലം പ്രിയ സഹോദര, പ്രിയ സഹോദരി, മാതാവേ, പിതാവേ, പ്രിയ കുഞ്ഞെ, നീ കർത്താവായ യേശുക്രിസ്തു 2000 വർഷങ്ങൾക്കപ്പുറം കാൽവറി ക്രൂശിൽ നിനക്ക് എനിക്കും വേണ്ടി ചൊരിഞ്ഞ, കാൽവറിയിൽ ചൊരിഞ്ഞ രക്തത്തെ കുറിച്ച് നിനക്കൊരു ബോധമുണ്ടോ? പ്രിയ സഹോദര, പ്രിയ മിത്രനെ, കർത്താവായ യേശുക്രിസ്തു നിങ്ങളെ സ്വർഗരാജ്യത്തിൽ തന്നോടൊപ്പം കാണുവാൻ ആഗ്രഹിക്കുന്നു. അവൻ ഒരുക്കിയിരിക്കുന്ന ക്രൂശിൽ കൂടെ നിങ്ങൾക്ക് സ്വർഗരാജ്യ പ്രവേശനം സാധ്യമാണ്. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിച്ച് ദൈവമക്കളായി തീരുവാൻ ദൈവം അധികാരം തന്നിരിക്കുന്നു. പ്രിയ സഹോദര, പ്രിയപ്പെട്ടവരെ, സ്വീകരിച്ചുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണം എനിക്ക് വേണ്ടിയായിരുന്നു എന്ന് വിശ്വസിച്ച് പാപവലികളെ വിട്ട് ഇനി ഞാൻ യേശുവിന് വേണ്ടി ജീവിക്കുമെന്ന് ആര് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ് കൊണ്ട് ഏറ്റുപറഞ്ഞ് ദൈവവേദനായി തീരുമോ അവർക്ക് സ്വർഗരാജ്യത്തിൽ കർത്താവിന്റെ കൂടെ വസിക്കുവാൻ ഇടയായിത്തീരും. അതിനായിട്ട് ഈ സന്തോഷകരമായ വേളയിൽ ഈ സന്ദേശം നിങ്ങൾക്ക് കാരണമായി തീരട്ടെ എന്ന്
പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളിവിടെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ഒരു വാക്ക് ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും. ഞങ്ങളുടെ പരിശുദ്ധ ദൈവമേ, നല്ല കർത്താവേ, നല്ല സമയത്തിനായിട്ട് ഈ മധ്യാഹ്ന സമയം ഇവിടെ കടന്നു വന്ന് കർത്താവിരിക്കുന്ന നിത്യരക്ഷ നിത്യസ്വർഗീയ പദ്ധതിയെ കുറിച്ച് സവിസ്തരം പ്രസ്താവിപ്പാൻ ദൈവം സാവകാശം തന്നല്ലോ. കേട്ട ആരും കഷ്ടപ്പെട്ടു പോകാതെ ഇവിടെയുള്ള എല്ലാവരും കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ സ്വർഗരാജ്യത്തിൽ പോകുവാൻ അവിടുത്തെ വരവിൽ എല്ലാവർക്കും അവിടുത്തെ കാരണമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്യുന്ന കൃപയ്ക്ക് സ്തോത്രം. ഞങ്ങൾക്കിവിടെ അങ്ങനെ സാക്ഷിപ്പാൻ നല്ല അവസരത്തിനായിട്ട് സ്തോത്രം. ഈ പ്രദേശത്ത് ആരെങ്കിലും പ്രയാസത്തോടുകൂടെ കർത്താവ് ആയിരിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരുടെ ഹൃദയത്തിൽ കടന്നുവെന്ന് സമാധാനത്തെ, ദൈവിക സമാധാനത്തെ നൽകണം. രോഗികളായിരിക്കുന്നെങ്കിൽ കേട്ട സന്ദേശം അവരുടെ ജീവിതത്തിൽ സൗഖ്യത്തിന് കാരണമാക്കി തീർക്കണം. സകലത്തിന്റെ മേലും അവിടുത്തെ കൃപ പകർന്നാട്ട് അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. എല്ലാ മഹത്വം അങ്ങേക്ക് യേശുദം വരാൻ പോലെ പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കണം നല്ല പിതാവേ, ആമേൻ. സന്ദേശം കേട്ട നിങ്ങളെല്ലാവരും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. God bless you.